കലോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരികോത്സവം ശ്രദ്ധേയമാവുന്നു. ദേശിംഗ നാടിന്റെ സാംസ്കാരിക പൈതൃകം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന 4 ദിനം. ഒന്നാം ദിവസം ഓണപ്പാട്ടും നൃത്തവിസ്മയവും, രണ്ടാം ദിനം കാവ്യ സായാഹ്നവും നാടൻ പാട്ടും, മൂന്നാം ദിനം ചലച്ചിത്ര വിശേഷവും നാടൻ പാട്ടരങ്ങും, നാലാം ദിവസം സാംസ്കാരിക സായാഹ്നവും. നീലാംബരി കലാസാംസ്കാരിക പാർക്കിലാണ് സാംസ്കാരികോത്സവം നടക്കുന്നത്. മത്സരങ്ങൾക്ക് പങ്കെടുക്കാത്ത വ്യത്യസ്തതയാർന്ന സാംസ്കാരിക തനിമ ഉണ്ടാക്കുന്ന കലാപരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുക, അതിലൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട ഒരു അനുഭവം ഈ കലോത്സവത്തിന് നൽകുക എന്നതാണ് ഇതിന് ലക്ഷ്യമായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കലാമാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. മത്സര വിഭാഗത്തിൽ പെടാത്ത കലകളെ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരികോത്സവം. കൾച്ചറൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ അനുഭവം കലാ ആസ്വാദകർക്ക് പകർന്നു നൽകിയത്. ശരിക്കും ഇത് നല്ല സന്തോഷത്തിന്റെ സമയമാണ്. കാരണം ഈ കവികളെല്ലാം അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഈ കവിതയെ പറ്റി, കവിത എഴുതിയതിനെ പറ്റി, അവരെഴുതിയ കവിതകൾ അവർ തന്നെ ചൊല്ലുന്നതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാൻ, കൊല്ലംകാർക്ക് കേൾക്കാൻ പറ്റും. അതൊരു വലിയ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും. ഒരുപാട് കവികളുണ്ട്, പുതിയ കാലത്തെ കവികളുണ്ട്. അങ്ങനെ ഏറെ ധന്യമാവുകയാണ്. ഞങ്ങളെല്ലാം വളരെ സന്തോഷമാണ്. സാംസ്കാരികോത്സവം ജനകീയമാക്കാൻ ജില്ലാ ഭരണകൂടവും സജീവമായി രംഗത്തുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടമാടുമ്പോൾ അതിൻ്റെ പ്രൗഢി കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എത്തിക്കുവാൻ കൊല്ലത്തിൻ്റെ തന്നെ തനതായിട്ടുള്ള കലാവിഭവങ്ങളെ പുറം ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കലാസന്ധ്യ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുരിപ്പുഴ ശ്രീകുമാർ അടക്കമുള്ള പ്രശസ്തരായ കവികളും നാടൻ പാട്ടിന്റെ ശീലുകളും പ്രാചീന കലാരൂപങ്ങളും കലോത്സവം കാണാൻ എത്തിയവർക്ക് നവ്യാനുഭവമായി. കേരളത്തിലെ പ്രഗത്ഭരായ സാംസ്കാരിക നായകന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാംസ്കാരികോത്സവം 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേറിട്ട അനുഭവമായി മാറി. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്ന് വിജീഷിനോടൊപ്പം ബി ശ്രീകുമാർ.